ഇന്നങ്ങനെ കാടൊക്കെ വെട്ടിക്കളയുന്ന സമയത്ത് ഒരുപാട് ഒളിഞ്ഞിടുന്ന കപ്പക്കൂട്ടന്മാരെ കിട്ടിയിട്ടോ ഞങ്ങൾക്കിന്ന്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത്രയും എഫേർട്ട് എടുത്ത കാര്യം എവിടെ പോയി, എന്താ പറ്റി, എന്തെങ്കിലും കടിച്ചോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. നമ്മൾ ഈ കാട് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കാരണം ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഈ കാടൊക്കെ കൊണ്ട് വെട്ടി തെളിച്ച് കഴിഞ്ഞപ്പോൾ ദേ ഒളിഞ്ഞു കിടക്കുന്നു. ആരാ? നമ്മളെ കപ്പക്കുട്ടന്മാരെ. അവന് വേറെ ഒന്നും നോക്കിയില്ല, ആശാന്മാർ അങ്ങോട്ടങ്ങ് എടുത്തു. ഇപ്പോൾ ഞങ്ങൾ നേരെ റെഡിയാക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പക്കുട്ടന്മാരെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. നിങ്ങൾ കൂടുതലും അടുപ്പ് യൂസ് ചെയ്യുക, കാരണം അടുപ്പിലേക്ക് ടേസ്റ്റ് വിടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് ശേഷം നല്ല വിസിൽ കേട്ടതിന് ശേഷം വെള്ളം ഊറ്റി കളയുക, നല്ലൊരു ഉടച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ കപ്പക്കുട്ടന്മാർക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഞാൻ ചേർത്ത് കൊടുത്തു കിട്ടോ. എന്നിട്ട് നല്ലൊരു ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സ്ഥിരം സ്റ്റാറായ ആരാ? നമ്മളെ കട്ടൻ ചായയെ. അപ്പോൾ ആളെയും കൂട്ടിയിട്ട് പിടിക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മീൻകറിയും നൊത്തൊരു ഫ്രൈ ആയിട്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായ നമ്മൾ വീട്ടിലേക്കുന്ന ഉള്ളിക്കുട്ടന്മാരെയും കാന്താരിയും ഒക്കെ കൂട്ടിയിട്ടൊരു പിടിച്ചാൽ നാവും തുമ്പത്ത് ഒരാഴ്ച ടേസ്റ്റ്